ഹായ് വിവേസ്, വെൽക്കം ടു മൈ ചാനൽ പ്രതീക്ഷ. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്യൂൺ ഓഫ് വേൾഡ് എന്ന എൻ്റെ ചാനൽ ഞാനത് വേറൊരാൾക്ക് കൊടുത്തു. എൻ്റെ കസിന് തന്നെയാണ്. എൻ്റെ കസിനാണ് അതിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതിലവൾ ചെയ്യുന്നത് ടാരോട്ട് റീഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനാണ് അതിന് ശബ്ദം കൊടുക്കുന്നത്. എൻ്റെ ശബ്ദത്തിന് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് ഞാനാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. എൻ്റെ കസിൻ്റേതാണ് ആ ചാനൽ. എൻ്റെ കസിനാണ് ടാരോട്ട് റീഡിംഗ് ചെയ്യുന്നത്. കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ടാരോട്ട് റീഡിങ്ങിൽ താല്പര്യമുള്ളവർക്ക് അത് കയറി കാണാവുന്നതാണ്, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ചില ആളുകൾ കരുതിയിരിക്കുന്നത് എനിക്ക് എപ്പോഴും സന്തോഷം വേണം, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം വേണം, ദുഃഖങ്ങൾ പാടില്ല, അതുപോലെ സൊസൈറ്റിയിൽ എനിക്ക് ഫസ്റ്റ് പ്ലേസ് വേണം, അതുപോലെ എല്ലാവരും എന്നെ അപ്രീസിയേറ്റ് ചെയ്യണം, എപ്പോഴും സന്തോഷകരമായിരിക്കണം എൻ്റെ ജീവിതം എന്നാണ് ചില ആളുകൾ കരുതിയിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ കരുതിയിരിക്കുന്ന ആളുകൾക്ക് ഒരു ദുഃഖം വരുമ്പോൾ അവർ പറഞ്ഞു നടക്കുന്നത് ഇങ്ങനെയാണ്. അവർ വിലപിച്ചുകൊണ്ടേയിരിക്കും. അതായത്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത്? ഞാനൊരു സാധുവാണല്ലോ, ഞാൻ നല്ല കർമ്മങ്ങൾ മാത്രമാണ് ഭൂമിയിൽ ചെയ്തിരിക്കുന്നത്, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നിരിക്കുന്നത് എന്ന് അവർ വിലപിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രപഞ്ചം, അതായത് ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. ഒരിക്കലും യൂണിവേഴ്സ് നമ്മളെ മാറ്റി നിർത്തുന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഇടകലർന്നു വരുന്നതാണ് സന്തോഷവും ദുഃഖവും. ഒരിക്കലും പ്രപഞ്ചം ഒരാൾക്ക് മാത്രം സന്തോഷം നൽകുന്നില്ല. അതായത് സന്തോഷം മാത്രമേ അയാൾക്ക് നൽകൂ എന്നില്ല, അതോടൊപ്പം തന്നെ ദുഃഖങ്ങൾ മാത്രമേ അയാൾക്ക് നൽകൂ എന്നല്ല, മാറി മാറി വരുന്നത് സുഖം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ സഞ്ചരിക്കുന്ന പാതയുടെ ഇരുവശത്തും ധാരാളം മുള്ളുകളുണ്ട്. നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിൽ മുള്ളു തറക്കാതെയും നിങ്ങളുടെ ബോഡിയിൽ മുള്ളുകൾ സ്പർശിക്കാതിരിക്കാനും നിങ്ങൾ വളരെ കെയറായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും. പക്ഷെ അബദ്ധവശാൽ ഒരു മുള്ള നിങ്ങളുടെ പാദങ്ങളിൽ തറച്ചു എന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അത് മനസ്സിലേക്ക് ഉൾക്കൊള്ളുകൊണ്ട് ആ പെയിൻ, ആ വേദനയെ സഹിച്ചുകൊണ്ട് വീണ്ടും യാത്ര തുടരും. അതുപോലെ തന്നെയാണ് മനുഷ്യജീവിതവും. ഒരുപാട് സങ്കടങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് ആ സങ്കടങ്ങളെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അതായത് ഈ പ്രപഞ്ചം ഒരിക്കലും ആരെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, തരംതിരിക്കുന്നില്ല. പ്രപഞ്ചം പറയുന്നത് എല്ലാ മനുഷ്യരും ഈക്വലാണ്, തുല്യരാണ് എന്നാണ്. എല്ലാ മനുഷ്യർക്കും ദുഃഖവുമുണ്ട്, സങ്കടവുമുണ്ട്. പ്രപഞ്ചം ഒരിക്കലും ആരോടും ഒരു കാരുണ്യവും കാട്ടുന്നില്ല. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടോ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ യാതൊരു ഫലവുമില്ല. പ്രപഞ്ചം അത് ഉൾക്കൊള്ളില്ല. പ്രപഞ്ചം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അനുഭവിക്കാനുള്ളൊരു യോഗം തന്നെയാണ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സുഖവും ദുഃഖവും ഇടകലർന്നതാണ് മനുഷ്യരുടെ ജീവിതം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്.